കണ്ണു തുറന്നു നോക്കി നിന്നു. പക്ഷേ പാർലമെന്റ് സമ്മേളിക്കുമ്പോ പ്രിയപ്പെട്ട ഇന്ദിരാജി പാർലമെന്റിന്റെ അകത്ത് വന്ന് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്ന് ഭരണരംഗത്ത് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ പ്രധാനമന്ത്രിയെ അനുമോദിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ലോകം വിസ്മയത്തോടെ നോക്കുകയാണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അധികായ തേരാളി ജനഹിതത്തെ മാനിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ ഉത്തുംഗമായ വേദിയിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ പ്രധാനമന്ത്രിയെ അനുമോദിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് ലോകം വിസ്മയത്തോടെ നോക്കിക്കണ്ടു. ലോകം അന്ന് മനസ്സിൽ പറഞ്ഞു, ഇന്ത്യയിൽ ജനാധിപത്യം വേരൂന്നിയിരിക്കുന്നു. കോൺഗ്രസിന്റെ പങ്ക് ചെറുതാ. അപ്പോ ഈ നാട് നിലനിൽക്കുന്നത്, ജനാധിപത്യം നിലനിൽക്കുന്നത്, മതേതരത്വം നിലനിൽക്കുന്നത് കോൺഗ്രസ് ഇല്ലായിരുന്നുവെങ്കിൽ മതപരമായ സംഘർഷം കൊണ്ട് ഈ നാട് തകരും. ഹിന്ദുവും മുസൽമാനും പാർസിയും ജൈനനും ജൂതനും ഒരുമിച്ച് ജീവിക്കുന്ന മണ്ണിൽ എന്തേ വർഗീയ സംഘർഷം കൊണ്ട് ഈ നാട് തകരാത്തത്? ഹിന്ദുവിലുള്ള കോൺഗ്രസ്, മുസ്ലിമിലുള്ള കോൺഗ്രസ്, ക്രിസ്ത്യാനിയിലുള്ള കോൺഗ്രസ് വികാരം, പാർസിയിലും ജൈനനിലും ജൂതനിലുമുള്ള കോൺഗ്രസ് വികാരം, ആ വികാരമാണ് മതങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന അദൃശ്യമായ ഹസ്തം എന്നീ രാജ്യത്തെ കോൺഗ്രസിനെ എതിർക്കുന്നവർ ഓർക്കണം. കോൺഗ്രസ് ഇല്ല, ഈ മതങ്ങൾ തമ്മിലടിക്കും, ഈ മതങ്ങൾ തകരും, സംഘർഷം നടത്തും. ഈ സംഘർഷത്തിലൂടെ ഈ നാട് തകരും. സോവിയറ്റ് റഷ്യ തകർന്നു. ഇരുമ്പുലക്ക പോലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിച്ച സോവിയറ്റ് റഷ്യ. എന്തേ സോവിയറ്റ് റഷ്യ തകരാൻ കാരണം? രാഷ്ട്രീയം മാത്രമല്ല, വംശീയ കലാപം ഒരു കാരണമായി പറയുന്നു. ഏറ്റവും അതിശക്തിമത്തായ ജനമനസ്സുകളിൽ റൂട്ടഡായ വംശീയ വികാരത്തിന്റെ ഇളക്കമാണ് സോവിയറ്റ് റഷ്യയുടെ തകർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായ കാരണങ്ങളിൽ ഒന്നെന്ന് റഷ്യയിലെ ചരിത്രകാരന്മാർ പറയുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം പോലും വംശീയ കലാപം കൊണ്ട് തകരുന്ന ഈ മണ്ണിൽ അനിയന്ത്രിതമായ ജനാധിപത്യം നിലനിൽക്കുന്ന ഭാരതത്തിൽ മതപരമായ സംഘർഷം കൊണ്ട് നാട് ദുർബലമായില്ല, സാമുദായിക സംഘർഷം കൊണ്ട് നാട് ദുർബലമായില്ല, ഭാഷാപരമായ സംഘർഷം കൊണ്ട് നാട് ദുർബലമായില്ല, വംശീയപരമായ വികാരം കൊണ്ട് ഈ രാജ്യം ദുർബലമായില്ല എങ്കിൽ ആ വംശീയ വികാരത്തെയും ഈ സാമുദായിക വികാരത്തെയും ഈ മതപരമായ വികാരത്തെയും ഈ ഭാഷാപരമായ വികാരത്തെയും ഒക്കെ അതിജീവിക്കുന്ന ഒരു ശക്തിയുണ്ട്. ജനഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വികാരം, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം. ആ വികാരമാണ് ഈ നാടിനെ നിലനിർത്തി കൊണ്ടുപോകുന്ന ശക്തി എന്ന് മനസ്സിലാക്കാൻ ഞങ്ങളുടെ ശക്തിക്ഷയത്തെ നോക്കിക്കാണുന്ന ഈ രാജ്യത്തിലെ ഞങ്ങളുടെ എതിരാളികൾ ഒന്ന് ചിന്തിക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. അതിന്റെ ഒരു തിരിച്ചറിവാ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം. എവിടെ പോയി പ്രതിപക്ഷം? ഇന്ത്യയിൽ. ഞാൻ പാർലമെന്റിൽ ആദ്യമായിട്ട് പോവുക. പാർലമെന്റിൽ പോകുമ്പോൾ ഞാൻ കരുതിയത് അവിടെ അതിശക്തിമത്തായ പ്രതിപക്ഷം ഉണ്ടാകുമെന്നാണ്. ആദ്യത്തെ പാർലമെന്റ് സെഷനിൽ ഞാൻ വളരെ ആകാംക്ഷയോടെ ഇന്ത്യൻ പാർലമെന്റിൽ കടന്നുപോയി. പ്രതിപക്ഷത്തിന്റെ ആക്രമണത്തെ കാണാൻ വേണ്ടി വന്നാൽ നേരിടാൻ ഒക്കെ മനസ്സിൽ കച്ചകെട്ടി ഞങ്ങളൊക്കെ ഇറങ്ങിപ്പോയി. ചെന്നപ്പോ അവിടെ ഇരിക്കുന്നു ആരും നിശ്ചലരും നിഷ്ക്രിയരുമായ പ്രതിപക്ഷം, ശബ്ദമില്ലാത്ത പ്രതിപക്ഷം, ആത്മവിശ്വാസമില്ലാത്ത പ്രതിപക്ഷം. ലാൽ കൃഷ്ണ അഡ്വാനി പാർലമെന്റിലേക്ക് കടന്നു വരും. വല്ലപ്പോഴും ഒരമണിക്കൂർ ഇരിക്കും, അദ്ദേഹം തിരിച്ചു പോകും. വരുമ്പോഴും പോകുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖം ഒരു നിരാശ കാമുകന്റെ മുഖ. ഇനി ഇല്ലല്ലോ, കൈവിട്ടു പോയല്ലോ എന്ന ഭാവം ആ മുഖത്ത്. ഇനി ഒരു പുരുഷായുസ് ഇല്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. BJPക്ക് ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇനിയൊരു യുവത്വമില്ല എന്നവർ മനസ്സിൽ കണക്ക് കൂട്ടിയിരിക്കുന്നു. ആ നിരാശ BJPയുടെ നേതൃനിരയുടെ മുഖത്ത് സ്മരിക്കാൻ നിഴലിച്ചു കാണാൻ നമുക്ക് സാധിക്കും. പ്രതിപക്ഷത്തെ വീരശൂര പരാക്രമികൾ ഉണ്ടല്ലോ, ഇടതുപക്ഷം. ഞാൻ അവരെ കുറിച്ചൊന്ന് നോക്കി. അവരെവിടെ, ഏത് കോണിൽ, ഏത് മൂലയിൽ കഴിഞ്ഞ പാർലമെന്റിൽ 59 എംപിമാരെ ഉള്ളം കയ്യിൽ വെച്ച് അമ്മാനമാടിയവരാ, UPA ഡിക്റ്റേറ്റ് ചെയ്തവരാ, മൻമോഹൻ സിംഗിനോട് അത് ഇത് ചെയ്യുന്ന നിഷ്കരിച്ചവരാ, നിയന്ത്രിച്ചവരാ, കൺട്രോൾ ചെയ്തവരാ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയവരാ, പല്ലിയെ പോലെ പിട്ടം താങ്ങുന്ന, ഉത്തരം താങ്ങുന്ന പല്ലിയെ പോലെ ഞാനാണ് ഇതൊക്കെ താങ്ങുന്നത് എന്ന ഭാവത്തിൽ 59 ആളെ വെച്ച് ഇന്ത്യൻ പാർലമെന്റിൽ കിടിലം കൊള്ളിച്ച ഇടതുപക്ഷത്തെ ഞാൻ കണ്ണിൽ മെണ്ണയിട്ട് പരതി ഇരിക്കുന്നു. ഒരു മൂലയിൽ ശുഷ്കിച്ച് 59 നിന്ന് 22 താണ് അവർ ഇരിക്കുന്നു ഒരു മൂലയിൽ. ഞാൻ ചോദിച്ചു, അതിൽ ഇടതുപക്ഷം CPM എത്രയാ? ഇടതുപക്ഷത്തിന് വീരം പകരുന്ന അത് നേതൃത്വം CPMന്റെ കയ്യിലല്ലേ? CPMന് കഴിഞ്ഞ തവണ 43 പാർലമെന്റിൽ 43 എംപിമാരുണ്ടായിരുന്നു.
CPM എന്തോ ഒരു ഭാവമായിരുന്നു. ഇന്നത്തെ പിണറായി വിജയന്റെ ഭാവമായിരുന്നു അന്ന് പ്രകാശ് കാരാട്ട്. ഞാനാണ് ഇതെല്ലാം എന്ന് മട്ടില്ല അദ്ദേഹത്തിന്റെ ഭാവം. അപ്പോ ഞാൻ തപ്പി എണ്ണി നോക്കുമ്പോ അതെത്രയാ? അത് 16 ചുരുങ്ങി പോയിരിക്കുന്നു. 43 16. ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുവോ? എന്നാൽ ആന മെലിഞ്ഞിരിക്കുന്നു, തൊഴുത്തിൽ കെട്ടിയിരിക്കുന്നു എന്നതാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്ന് പറയുമ്പോ ഞങ്ങൾക്കെതിരെ ആണവ കരാറിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി പിന്തുണ പിൻവലിച്ചു പോയവരാ. എന്റെ പ്രസംഗം CPM ആളുകൾ ഒറ്റപ്പെട്ടെങ്കിലും കേൾക്കും. കണ്ണൂരിൽ നിന്ന് വന്നിപ്പന്റെ ഒരു ലഗനേശ് ഒന്ന് കേൾക്കാം എന്ന് കരുതി ദൂരെയൊക്കെ ഇരട്ടത്ത് നിൽക്കുമെന്നൊരു കുറച്ച് വിശ്വാസമുണ്ട്. ഞാൻ അവരോട് ചോദിക്കട്ടെ, നിങ്ങളായിരുന്നോ ശരി? ഞങ്ങളായി